ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ പുതിയ നോവലിൻ്റെ തുടക്കമാണ് കേട്ടോ. ഒരു ചെറിയ നോവലാണ് കേട്ടോ. 1-2 അധ്യായങ്ങൾ കൊണ്ട് തീരുന്ന ഈ നോവലിൻ്റെ പേര് ഈജിപ്ഷ്യൻ കല്ലറ എന്നാണ്. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. അധ്യായം 1. ഈജിപ്ഷ്യൻ കല്ലറ. കെയ്റോ നഗരത്തിൽ നിന്നും ഈജിപ്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അൽമിനിയ എന്ന പട്ടണത്തിലേക്കുള്ള റോഡിലൂടെ ആ കാർ ചീറിപ്പാഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ചില ഈന്തപ്പനകൾ പ്രേതം കണക്കിന് തലയുയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. പുരാതനമായ മെഫീസിനെയും സ്പർശിച്ചുകൊണ്ട് പിരമിഡുകളുടെ ലോകത്തുകൂടി വിശാലമായ മരുഭൂമിയെ തഴുകിക്കൊണ്ട് ആ പാത നീണ്ടുകിടന്നു. കാറിൽ യാത്ര ചെയ്തിരുന്നത് അമേരിക്കക്കാരനായ ഗ്രിഗറി ബ്രൗൺ എന്ന കോടീശ്വരനായിരുന്നു. 60 വയസ്സ് കഴിഞ്ഞ അദ്ദേഹത്തെ കണ്ടാൽ 40 വയസ്സിൽ കൂടുതൽ പ്രായം തോന്നിക്കുമായിരുന്നില്ല. കെയ്റോ നഗരത്തിന് സമീപം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ഫാക്ടറി ഉടമയായിരുന്നു ഗ്രിഗറി ബ്രൗൺ. വിലയേറിയ ശില്പങ്ങളും പ്രതിമകളും അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രതിമകൾ കയറ്റി അയക്കുന്നു. അവിടെ ഗ്രിഗറിയുടെ കമ്പനി ഉണ്ടാക്കുന്ന പ്രതിമകൾക്ക് വൻ ഡിമാൻഡാണ്. ആഴ്ചയിലൊരിക്കൽ ഗ്രിഗറി ബ്രൗൺ അമേരിക്കയിൽ നിന്നും തൻ്റെ ഫാക്ടറിയിലെത്തും. വിവിധ രാജ്യങ്ങളിൽ നിന്നും വന്ന 2000-ഓളം ജോലിക്കാർ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പ്രാവശ്യത്തെ കെയ്റോ യാത്രയിൽ ഗ്രിഗറിക്ക് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പ് ഗ്രിഗറി ബ്രൗൺ TV-യിൽ ഒരു അറേബ്യൻ വ്യാപാരിയുമായിട്ടുള്ള അഭിമുഖം കണ്ടു. ഒരുതരം വിചിത്രമായ ഹോബിക്കുടമയായിരുന്നു ആ വ്യാപാരി. മുഹമ്മദ് ഗസ്നി എന്നായിരുന്നു അയാളുടെ പേര്. മമ്മി പേടകങ്ങളായിരുന്നു ഗസ്നിക്ക് കമ്പം. എത്ര കോടികൾ മുടക്കിയാലും അദ്ദേഹം പേടകം സ്വന്തമാക്കിയിരിക്കും. ഗസ്നി കച്ചവട ആവശ്യങ്ങൾക്കായി കെയ്റോയിൽ വരുമ്പോഴാണ് മമ്മികൾ വാങ്ങാറ്. സ്ട്രോങ് വുഡ് എന്ന പുരാവസ്തു ഗവേഷകരിൽ നിന്നുമായിരുന്നു അദ്ദേഹം ഇതൊക്കെ വാങ്ങിക്കൂട്ടിയത്. ഗസ്നിയുമായുള്ള അഭിമുഖം കണ്ടപ്പോൾ മുതൽ ഗ്രിഗറി ബ്രൗണിനും ഒരാഗ്രഹം, ഒരു മമ്മി പേടകം സ്വന്തമാക്കണം. കോടികൾ എത്ര വേണമെങ്കിലും മുടക്കാം, പക്ഷെ തനിക്ക് വേണ്ടത് ക്ലിയോപാട്രയുടെ മമ്മിയാണ്. സ്ട്രോങ് വുഡുമായി എത്രയും പെട്ടെന്ന് ഉടമ്പടി ഉണ്ടാക്കണം. ഗ്രിഗറി ബ്രൗൺ ഉറച്ചു. ക്ലിയോപാട്രയുടെ ആരാധകനായ ഗ്രിഗറി ബ്രൗൺ സീറ്റിലേക്ക് ചാരിക്കിടന്ന് കണ്ണുകളടച്ചു. ക്ലിയോപാട്ര സ്വന്തം സൗന്ദര്യവും ബുദ്ധിയും ഉപയോഗിച്ച് റോമിൻ്റെയും ഈജിപ്തിൻ്റെയും അധികാരം നിയന്ത്രിച്ച ക്ലിയോപാട്രയുടെ സൗന്ദര്യം ഏത് കവിഭാവനയെയും അതിശയിപ്പിക്കും. ക്ലിയോപാട്രയുടെ സൗന്ദര്യത്തെ വെല്ലാനായി ലോകത്തൊരിടത്തും ഒരു സുന്ദരിയും ജനിച്ചിട്ടില്ലെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഗ്രിഗറി ബ്രൗൺ ഓർത്തു. ഏതാനും 5 മൈൽ കഴിഞ്ഞതും കാർ വലിയൊരു ഗേറ്റിനു മുമ്പിൽ യാത്ര അവസാനിപ്പിച്ചു. 200 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ഫാക്ടറിയുടെ പ്രവേശന കവാടമാണെന്ന് മനസ്സിലായി. തൻ്റെ ബോസിൻ്റെ വണ്ടിയാണെന്ന് മനസ്സിലാക്കിയ കാവൽക്കാരൻ സല്യൂട്ട് ചെയ്തു. പിന്നെ കൂറ്റൻ ഗേറ്റ് തുറന്നു കൊടുത്തു. ഡ്രൈവർ അബ്രഹാം സ്കോട്ട് കാർ അകത്തേക്ക് കയറ്റി വലിയൊരു മാളികയുടെ പോർച്ചിൽ നിർത്തി. ഫാക്ടറിക്കുള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു രമ്യഹർമ്മം ഗ്രിഗറി ബ്രൗൺ പണി കഴിപ്പിച്ചിരുന്നു. ഫാക്ടറിയിൽ എത്തിയാൽ ഗ്രിഗറി അവിടെയാണ് താമസം. അബ്രഹാം ഡോർ തുറന്നു കൊടുത്തു. ഗ്രിഗറി ബ്രൗൺ റോൾസ് റോയ്സ് കാറിൽ നിന്നും ഇറങ്ങി ചുറ്റും നോക്കി. അയാൾ കാറിൽ നിന്നും ഇറങ്ങിയപ്പോഴേക്കും ബംഗ്ലാവിലെ എല്ലാ പരിചാരകരും പുറത്തിറങ്ങി വന്നു തങ്ങളുടെ ബോസിനെ സ്വീകരിക്കാൻ. ഗ്രിഗറി ബ്രൗൺ എല്ലാവരോടും കുശലാന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം തൻ്റെ മുറിയിലേക്ക് പോയി. പിന്നാലെ അദ്ദേഹത്തിൻ്റെ ബ്രീഫ് കേസുമായി എബ്രഹാം സ്കോട്ടും ഉണ്ടായിരുന്നു. ഗ്രിഗറി തൻ്റെ കോട്ട് ഒരു ഹാങ്കറിൽ തൂക്കിയപ്പോഴേക്കും പരിചാരകന്മാരിൽ ഒരുവൾ കുടിക്കാൻ ഹോട്ട് ഡ്രിങ്ക്സുമായി വന്നു. കാത്തി, സുഖമല്ലേ? അദ്ദേഹം ചോദിച്ചു. അതെ ബോസ്, മധ്യവയസ്കയായ സ്ത്രീ പറഞ്ഞു. പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അബ്രഹത്തോട് ചോദിക്കാൻ മറക്കണ്ട. ആ സ്ത്രീ നന്ദിയോടെ തലകുലുക്കി. ഇന്ത്യയിലെ പീറ്റർ ആൻഡ് പീറ്റർ കമ്പനിക്കാരുടെ ഓർഡർ അനുസരിച്ചുള്ള പ്രതിമകൾ അയച്ചു കഴിഞ്ഞു. വയലറ്റ് കമ്പനിക്കാരുടെ പെറ്റി കൊറോണയുടെ ചുരുട്ടിന് തീ കൊടുത്തിക്കൊണ്ട് ഗ്രിഗറി ബ്രൗൺ എബ്രഹാം സ്കോട്ടിനോട് ചോദിച്ചു. അയച്ചു കഴിഞ്ഞു സാർ. ഇന്ത്യയിലേക്ക് പോകുന്ന കൈരളി എന്ന കപ്പലിലാണ് പെട്ടികൾ അയച്ചത്. ഗുഡ്. ആ എബ്രഹാം, താക്കൾ ഒരു സ്ട്രോങ് വുഡിനെ അറിയുമോ? പുരാവസ്തു ഗവേഷകനാണ്. അറിയാം സാർ. മമ്മി പേടകങ്ങൾ വിൽക്കുന്ന ആളല്ലേ? വെരി കറക്റ്റ്. അയാളിപ്പോൾ എവിടെയുണ്ട്? ബ്ലൂ പീറ്റർ ഓഫ് ഷോർ സർവീസിൽ. ഓ, കടലിൽ മുങ്ങിത്താഴുന്ന സംഘം അല്ലേ? അതെ സാർ. രാവിലെ നമുക്ക് ആ ഓഫീസ് വരെ ഒന്ന് പോകണം. എനിക്ക് സ്ട്രോങ് വുഡിനെ ഒന്ന് കാണണം. ഓക്കെ സാർ, ഞാൻ രാവിലെ വിളിക്കാം. ദെൻ ഗുഡ് നൈറ്റ്.
ഗ്രിഗറി ബ്രൗൺ പറഞ്ഞു. എബ്രഹാം സ്കോട്ട് തൻ്റെ മുറിയിലേക്ക് പോയി. ഗ്രിഗറി ബ്രൗൺ ഉറക്കറയിലേക്ക് ചെന്നു. പിന്നെ മേശപ്പുറത്തു നിന്നും കൊണ്യാക്കിൻ്റെ കുപ്പി പുറത്തെടുത്തു തുറന്ന് അത് ഗ്ലാസ്സിലേക്ക് മദ്യമൊഴിച്ചു. മേശപ്പുറത്ത് ഐസ് ക്യൂബിൻ്റെ പാത്രം കാണാത്തതുകൊണ്ട് മുറിക്കുള്ളിലെ ബസറമർത്തി. മണിനാഥം കേട്ടതും ബോസ് എന്തിനാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയ കാത്ത ഏറ്റവും സുന്ദരിയായ സലോമിയ ബോസിൻ്റെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. മുട്ടുവരെ എത്തുന്ന ഫ്രോക്കായിരുന്നു അവരുടെ വേഷം. കഴിഞ്ഞയാഴ്ച വന്നപ്പോൾ നിയമിച്ചതായിരുന്നു സലോമിയെ. സലോമി ഒരു സ്വർണ്ണ വിഗ്രഹം പോലെ ഗ്രിഗറിയുടെ മുറിയിലേക്ക് കടന്നു ചെന്നു. ബോസ് വിളിച്ചോ? ഗ്രിഗറിയുടെ സമീപം സോഫയുടെ അരികിൽ ഇരുന്നു കൊണ്ട് കാതരമായ ശബ്ദത്തിൽ സലോമി ചോദിച്ചു. എനിക്ക് കുറച്ച് ഐസ് ക്യൂബ് വേണം. സലോമി പെട്ടെന്ന് തന്നെ മുറി വിട്ടുപോയി. നിമിഷങ്ങൾക്കുള്ളിൽ ഐസ് നിറച്ച പാത്രവുമായി കടന്നു വന്നു. അവൾ തന്നെ പാനപാത്രത്തിലെ മധ്യത്തിൽ ഐസ് ക്യൂബ് ഇട്ട് ഗ്രിഗറി ബ്രൗണിന് നൽകി. പിന്നെ വീണ്ടും സോഫയുടെ അരികിൽ വന്നിരുന്നു. ഗ്രിഗറി ഒരിറക്കം മദ്യം കുടിച്ചിട്ട് അവളെ നോക്കി. യു ആർ വെരി ചാമിങ്. എൻ്റെ പേരെന്താണ്? സലോമി. അവൾ മൊഴിഞ്ഞപ്പോൾ നിരയെത്താത്തതും മുല്ലമൊട്ടുകൾ പോലെ മനോഹരവുമായ പല്ലുകൾ കണ്ടു. നീ പുതിയ അപ്പോയിൻമെൻ്റ് ആണല്ലേ? അതെ ബോസ്. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ജോലിക്ക് ചേർന്നത്. നിനക്ക് ജോലിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു ബോസ്. എന്നെയോ? അവൾ നാണത്താൽ കീഴ്പോട്ട് നോക്കി. ഗ്രിഗറി ബ്രൗൺ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് മദ്യം സിപ്പ് ചെയ്തുകൊണ്ടിരുന്നു. അവളുടെ കണ്ണുകളിൽ കത്തുന്ന വികാരം കണ്ടു. എന്തു വേണമെങ്കിലും ചെയ്തോ എന്ന മട്ടിലാണ് അവളുടെ ഇരിപ്പ്. ഗ്രിഗറിയുടെ സിരകൾ പതുക്കെ ചൂടാകാൻ തുടങ്ങി. അറിയാതെയാണെങ്കിലും അയാൾ ഒരു സ്ത്രീയുടെ സാമീപ്യം കൊതിച്ചുപോയി. സലോമി വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് വലതുകാലെടുത്ത് ഇടതു തുടയ്ക്ക് മുകളിൽ വെച്ചു. പിന്നിലേക്ക് തെന്നിമാറിയ ഫ്രോക്കിനുള്ളിൽ വെണ്ണക്കൽ ശില്പം പോലെ വണ്ണമുള്ള തുടകൾ ഗ്രിഗറി കണ്ടു. അവളുടെ കണ്ണുകൾ വിടർന്നു. എന്താ ബോസ്? അവൾ കുനിഞ്ഞ് ഗ്രിഗറി ബ്രൗണിനെ നോക്കി. അയാളുടെ സിരകളിൽ പൂത്തിരി കത്തി. ബോസ്. അവൾ അയാളുടെ തോളത്തേക്ക് കനത്ത മാരടം അമർത്തി. പിന്നെ ആ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. ഇവളൊരു സർപ്പസുന്ദരി തന്നെ. തൻ്റെ ആവശ്യം അവൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഏറിയാൽ 26 വയസ്സും പ്രായം. തൻ്റെ മോളുടെ പ്രായം പോലുമില്ല. പക്ഷേ വിരളി പിടിച്ച നായിയെപ്പോലെ ഗ്രിഗറി ബ്രൗണിൻ്റെ കണ്ണുകൾ അവളെ ഒഴിഞ്ഞു കഴിഞ്ഞിരുന്നു. അധ്യായം 2. തൻ്റെ ബോസിൻ്റെ കണ്ണുകൾ എവിടേക്കാണെന്ന് മനസ്സിലാക്കിയ സലോമി പുഞ്ചിരിച്ചു. മാർബിളിൽ കൊത്തിയെടുത്തതുപോലുള്ള അംഗങ്ങളോടെ സലോമി ഗ്രിഗറി ബ്രൗണിന് മുമ്പിൽ നിന്നു. ഗൃഹിണി എണീറ്റ് അവളെ തൻ്റെ നെയ്യത്തോട് ചേർത്ത് പിടിച്ചു. ബോസിനെ കെട്ടിപ്പിണർന്നുകൊണ്ട് തന്നെ സലോമിയും ഉറങ്ങാൻ കിടന്നു. മനസ്സിൽ എന്തോ ആപത്ശങ്ക നിറയുന്നത് പോലെ ഗ്രിഗറി ബ്രൗണിന് തോന്നി. അധികം വൈകാതെ അദ്ദേഹം ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. നേരം പുലരും മുമ്പ് സലോമി മുറിയിൽ നിന്നും പോയിരുന്നു. എബ്രഹാം സ്കോട്ട് വന്ന് വിളിച്ചപ്പോഴാണ് ഗ്രിഗറി ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. സാർ, നമുക്ക് പോണ്ടേ? ഓ, ഞാനത് മറന്നു. 10 മിനിറ്റിനുള്ളിൽ ഞാൻ റെഡിയാക്കാം. ചൂടുവെള്ളത്തിൽ ഒരു കുളി കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ട ഉന്മേഷം വീണ്ടും തിരിച്ചു കിട്ടിയതുപോലെ ഗ്രിഗറിക്ക് തോന്നി. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അദ്ദേഹം പോകാൻ തയ്യാറായി. തലേന്ന് രാത്രിയിൽ തന്നെ സ്വർഗം കാണിച്ച സലോമിയെ അദ്ദേഹം ചുറ്റും പരതിയെങ്കിലും കണ്ടില്ല. പോകാം എബ്രഹാം. ഓക്കെ സാർ. ഇരുവരെയും വഹിച്ചുകൊണ്ട് ആ റോൾസ് റോയ്സ് കാറ് ഗേറ്റും കടന്ന് റോഡിലേക്കിറങ്ങി. മെംഫിസ് നഗരത്തിലെ പ്രാന്തപ്രദേശങ്ങളിലൂടെ കാർ കടന്നുപോയി. BC 3400 ആണ്ടിൽ രണ്ടായി വിഭജിക്കപ്പെട്ട ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തെ മെനസ് എന്ന രാജാവ് ഒന്ന് ചേർത്ത് പൗരാണിക പ്രാധാന്യമുള്ള നൈൽ നദിയുടെ കരയിലൂടെ മെംഫിസ് എന്ന നഗരം പണിതു. പുറത്തേക്ക് നോക്കിയിരുന്നപ്പോൾ ഗ്രിഗറി ബ്രൗൺ ഓർമ്മിച്ചു. കാർ ഓടിക്കൊണ്ടിരുന്നു. ഒടുവിൽ ക്യോനയിലെത്തി. അവിടെ വെച്ച് നൈൽ നദിയുടെ മറുകരയെത്തുന്ന നീണ്ട പാലവും കടന്ന് കാർ മുമ്പോട്ട് കുതിച്ചു. അസ്വാൻ അണക്കെട്ടിന് സമീപമുള്ള ചരിത്രപ്രസിദ്ധമായ സ്ഥലം പിന്നിട്ട് കാറ് പാഞ്ഞു. ഇടതുഭാഗത്ത് പുരാണ പ്രശസ്തമായ നദി, വലതുഭാഗത്ത് പഴയ നിയമത്തിലെ മോശ സഞ്ചരിച്ച മരുഭൂമി. ഗ്രിഗറി ബ്രൗൺ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ കാർ അസ്വാൻ എന്ന പട്ടണത്തിലെത്തി. അവിടെ നിന്നും 1.5 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു കെട്ടിടത്തിന് മുമ്പിൽ എബ്രഹാം കാർ നിർത്തി. നമ്മളെത്തി സാർ. ഡോർ തുറന്നുകൊണ്ട് എബ്രഹാം സ്കോട്ട് പറഞ്ഞു. ഗ്രിഗറി ബ്രൗൺ പുറത്തേക്കിറങ്ങി. അദ്ദേഹം ആ കൂറ്റൻ 20 കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് നോക്കി. 4-ാം നിലയിൽ ബ്ലൂ പീറ്റർ ഓഫ് ഷെയർ സർവീസസ് എന്ന നിലയിൽ ബോർഡ് കണ്ടു. വരൂ സാർ. എബ്രഹാം മുമ്പിൽ നടന്നു. അവർ ലിഫ്റ്റിൽ 4-ാം നിലയിലേക്ക് പോയി. ഷെയർ സർവീസിൻ്റെ ഓഫീസിലേക്ക് ഇരുവരും കയറി ചെന്നു. എന്തു വേണം? അവിടുത്തെ ഒരു ജോലിക്കാരൻ തിരക്കി. ഞങ്ങൾക്ക് മിസ്റ്റർ സ്ട്രോങ്വുഡിനെ ഒന്ന് കാണണം. എങ്കിൽ വരൂ,
അയാൾ മുമ്പിൽ നടന്നു. ജോലിക്കാരൻ അവരെ മാനേജറുടെ മുറിയിലേക്കാണ് കൊണ്ടുപോയത്. 6 അടിയിലധികം പൊക്കമുള്ള ഒരാളായിരുന്നു മാനേജർ. മിസ്റ്റർ ക്യാപ്റ്റൻ മൈക്കിൾ സ്ട്രോങ്, ഇരിക്കൂ, മൈക്കിൾ പറഞ്ഞു. അയാൾക്കെതിരെയുള്ള സെറ്റുകളിൽ ഗ്രിഗറി ബ്രൗണും എബ്രഹാം സ്കോട്ടും ഇരുന്നു. എന്താണ് നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം? ആമുഖമായി മൈക്കിൾ തിരക്കി. എബ്രഹാം ഗ്രിഗറി ബ്രൗണിനെ മൈക്കിളിന് പരിചയപ്പെടുത്തി. ഓ, ഐ സി. താങ്കളുടെ കമ്പനിയെപ്പറ്റി ധാരാളം കേട്ടിരിക്കുന്നു. സന്താ മരിയ ആൻഡ് കമ്പനി. ചിരിച്ചുകൊണ്ട് മൈക്കിൾ ഗ്രിഗറിയെ വിഷ് ചെയ്തു. മിസ്റ്റർ മൈക്കിൾ, നിങ്ങളുടെ ഷെയർ സർവീസിലെ ഒരാളെ എനിക്ക് കാണണം. മിസ്റ്റർ സ്ട്രോങ് വുഡ്. ഓ, സ്ട്രോങ് വുഡ്, വിളിക്കാം. മൈക്കിൾ ഒരു ബെല്ലമർത്തി. ഒരു അറ്റൻഡർ ഓടി വന്ന് മുഖം കാണിച്ചു. സ്ട്രോങ് വുഡിനെ വിളിക്കൂ. യെസ് സർ. അയാൾ പോയി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ നരച്ച താടിയുള്ള ഒരു മധ്യവയസ്കൻ കയറി വന്നു. മിസ്റ്റർ സ്ട്രോങ് വുഡ്, ഇരിക്കൂ. താങ്കൾക്ക് 2 വിസിറ്റേഴ്സ് ഉണ്ട്. മീറ്റ് മിസ്റ്റർ ഗ്രിഗറി ബ്രൗൺ ആൻഡ് എബ്രഹാം സ്കോട്ട്, മൈക്കിൾ പരിചയപ്പെടുത്തി. സ്ട്രോങ് വുഡ് എണീറ്റ് ഇരുവർക്കും കൈകൊടുത്തു. എന്താ സാർ? ആകാംക്ഷയുടെ സ്ട്രോങ് വുഡ് ഗ്രിഗറി ബ്രൗണിൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് താങ്കളുടെ സേവനം ആവശ്യമുണ്ട്. എൻ്റെ സേവനമോ? തെളിച്ചു പറയൂ സാർ. പറയാം. എനിക്കൊരു മമ്മി പേടകം വേണം, ഗ്രിഗറി പറഞ്ഞു. സ്ട്രോങ് വുഡിന് രോഗം മനസ്സിലായി. മുഹമ്മദ് ഗസ്നിയെപ്പോലെ മറ്റൊരു ഭ്രാന്തനായ കോടീശ്വരൻ. ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഓഫ് കോഴ്സ് സാർ. എന്നത്തേക്കാണ് വേണ്ടത്? 2 ആഴ്ചക്കുള്ളിൽ വേണം. പണം എത്ര വേണമെങ്കിലും തരാം, പക്ഷേ 1 കണ്ടീഷൻ. ഗ്രിഗറി നിർത്തി. എന്താ സാർ? എനിക്ക് വേണ്ടത് ഇതുവരെ ആർക്കും ലഭിക്കാത്ത ഒരു അപൂർവ മമ്മിയെയാണ്. ക്ലിയോപാട്ര എന്ന ലോകസുന്ദരിയുടെ മമ്മി. അത് കേട്ടതും സ്ട്രോങ് വുഡ് ഞെട്ടിപ്പോയി. താൻ ഉദ്ദേശിച്ച സ്ഥലത്തിൽ കാര്യങ്ങൾ നീങ്ങില്ലെന്ന് സ്ട്രോങ് വുഡിന് തോന്നി. എന്താ, സാധിക്കുമോ? ഗ്രിഗറി ബ്രൗൺ അയാളുടെ മുഖത്തേക്ക് നോക്കി. സാർ, എനിക്ക് സമയം വേണം. ക്ലിയോപാട്രയുടെ മമ്മി എവിടെയുണ്ടെന്ന് ആദ്യം കണ്ടെത്തണം. ഓക്കെ, മമ്മി കണ്ടെത്തി കഴിഞ്ഞാൽ എന്നെ ഇൻഫോം ചെയ്യുക. മൈ കാർഡ്. ഗ്രിഗറി ബ്രൗൺ പോക്കറ്റിൽ നിന്നും ഒരു കാർഡ് എടുത്ത് സ്ട്രോങ് വുഡിന് കൊടുത്തു. അയാളത് വാങ്ങി പോക്കറ്റിൽ വെച്ചു. അഡ്വാൻസ് വേണോ? എബ്രഹാം അതെടുക്കൂ, ഗ്രിഗറി പറഞ്ഞു. എബ്രഹാം സ്കോട്ട് ബ്രീഫ് കേസ് തുറന്ന് $5 ലക്ഷം ചെക്ക് എഴുതി. അതിൽ ഗ്രിഗറി എന്ന് പേരെഴുതി ഒപ്പിട്ട് സ്ട്രോങ് വുഡിന് കൊടുത്തു. മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ. ഗ്രിഗറി ബ്രൗണും എബ്രഹാം സ്കോട്ടും യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. കാറിൽ കയറി. മൈക്കിൾ, ക്ലിയോപാട്രയുടെ മമ്മിയെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിയുമോ? സ്ട്രോങ് വുഡ് ക്യാപ്റ്റൻ മൈക്കിൾ സ്ട്രോജിനോട് ചോദിച്ചു. സോറി ഫ്രണ്ട്, എനിക്കറിയില്ല. താങ്കൾ മിസ്റ്റർ ജെറാൾഡ് മാർഫിയെ കാണും. അദ്ദേഹത്തിന് അറിയാതെ വഴിയാ. ഓ സോറി, ഞാൻ ആ കാര്യം മറന്നു. ഇന്ന് തന്നെ മാർഫിയെ കാണണം. ഞാൻ ലീവ് എടുക്കുന്നു. സ്ട്രോങ് വുഡ് വേഗം എണീറ്റ് എൻ്റെ ക്യാബിനിലേക്ക് പോയി. അന്ന് ഉച്ചയ്ക്ക് ശേഷം സ്ട്രോങ് വുഡ് തൻ്റെ കാറിൽ പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിൻ്റെ തലവൻ പ്രൊഫസർ ജെറാൾഡ് മാർഫിയെ കാണാനായി യാത്ര തിരിച്ചു. കെയ്റോയിൽ നിന്നും അലക്സാൻഡ്രിയയിലേക്കുള്ള വഴിയെ ആ കാർ കുതിച്ചു പാഞ്ഞു. ഏതാണ്ട് 2.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം പ്രൊഫസർ ജെറാൾഡ് മർഫിയുടെ വസതിയിൽ സ്ട്രോങ് വുഡ് എത്തിച്ചേർന്നു. ഗേറ്റിലെ കാവൽക്കാരൻ സ്ട്രോങ് വുഡ് ആരാണെന്നും വരവിൻ്റെ ഉദ്ദേശം എന്താണെന്നും അറിഞ്ഞതിന് ശേഷമേ അകത്തേക്ക് കടത്തിവിട്ടുള്ളൂ. സ്ട്രോങ് വുഡ് തൻ്റെ കാർ പോർച്ചിൽ നിർത്തി ഇറങ്ങി. അപ്പോഴേക്കും ഇൻ്റർകോമിലൂടെ വാച്ച്മാൻ വിവരം അറിയിച്ച പ്രകാരം പ്രൊഫസർ പുറത്തേക്ക് ഇറങ്ങി വന്നു. മിസ്റ്റർ സ്ട്രോങ് വുഡ് ഫ്രം ഷെയർ സർവീസസ് ആൻഡ് കെയറോ അല്ലേ? ചിരിച്ചുകൊണ്ട് മർഫി അയാളെ അകത്തേക്ക് അണയിച്ചു. സ്ട്രോങ് വുഡ് ജെറാൾഡ് മർഫിയെ ആപാദചൂടം വീക്ഷിക്കുകയായിരുന്നു. വെള്ളിക്കമ്പികൾ പാകിയ തലമുടി, കുഴിയിലേക്ക് ആണ്ട കണ്ണുകൾ, അതിനൊരു അലങ്കാരമായി ഗോൾഡൻ ഫ്രെയിമുള്ള കണ്ണട, ഒട്ടിയ കവളുകൾ. പ്രായം ഏതാണ്ട് 75 കഴിഞ്ഞു കാണും. ഇരിക്കൂ, മർഫി പറഞ്ഞു. അധ്യായം 3. സ്ട്രോങ് വുഡ് ജെറാൾഡ് മർഫിയുടെ സമീപത്ത് ആസനസ്ഥനായി. ഇനി പറയൂ, താങ്കൾ എന്നെ കാണാനായി ഇത്ര ദൂരം കാർ ഓടിച്ചു വന്നത് എന്തിനാണ്? അതത്ര നിസാര കാര്യമല്ലെന്ന് തോന്നും. മർഫി ഒരു ഹാഫ് ഐ കൊറോണ ചുരുട്ടിൻ്റെ മുട്ടിൽ ദ്വാരമിട്ട് ലൈറ്റർ ഉരച്ച് അതിന് ജീവൻ പകർന്നു. പറയാം സാർ. അതിനു മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. സ്ട്രോങ് വുഡ് തന്നെക്കുറിച്ച വളരെ ചെറിയ ഒരു വിവരണം നൽകി. എന്നിട്ട് പറഞ്ഞു, സാർ, ഒരു കോടീശ്വരൻ എന്നെ സമീപിച്ചിരുന്നു. അയാൾക്ക് ക്ലിയോപാട്രയുടെ മമ്മി പേടകം വേണമെന്ന്. പക്ഷേ അതെവിടെയുണ്ടെന്ന് എനിക്കറിയില്ല. സ്ട്രോങ് വുഡ് മർഫിയുടെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്ത് ചുളിവുകൾ വീഴുന്നത് സ്ട്രോങ് വുഡ് കണ്ടു. മിസ്റ്റർ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ മമ്മി പേടകം ഇപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ വിശ്രമിക്കുന്നുണ്ട്. വായിൽ നിന്നും ചുരുട്ടെടുത്ത് മേശപ്പുറത്തിരിക്കുന്ന ചീങ്കണ്ണി വാ തുറന്ന മാതിരിയുള്ള ആഷ്ട്രയിലേക്ക് ചാരം തട്ടിക്കൊണ്ട് മർഫി പറഞ്ഞു. ഓ ഗോഡ്,
സ്ട്രോങ് വുഡ് ധരിച്ചിരുന്നു. താങ്കൾ ഉദ്ദേശിച്ചതുപോലെ അത് കണ്ടെത്തുക അത്ര എളുപ്പമല്ല. അതെങ്ങനെയാണ് സർ കടലിൻ്റെ അടിത്തട്ടിലെത്തിയത്? അറിയാനുള്ള ആകാംക്ഷയോടെ സ്ട്രോങ് വുഡ് തിരക്കി. അതൊരു കഥയാണ്. താങ്കൾക്ക് പോകാൻ തിരക്കില്ലെങ്കിൽ ഞാൻ ആ സംഭവം പറയാം. സ്ട്രോങ് വുഡ് കേൾക്കാൻ താല്പര്യത്തോടെയിരുന്നു. 1912 ഏപ്രിൽ 14 ലണ്ടനിൽ നിന്നും 2207 യാത്രക്കാരുമായി ഒരു കൂറ്റൻ കപ്പൽ ന്യൂയോർക്കിലേക്ക് യാത്ര തിരിച്ചു. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെയായിരുന്നു യാത്ര. വായു നിറച്ച 16 കൂറ്റൻ അറകളുള്ള കപ്പൽ ഒരിക്കലും മുങ്ങില്ലെന്നായിരുന്നു എല്ലാവരുടെയും വിശ്വാസം. എന്നാൽ കന്നിയാത്ര തുടങ്ങിയ അന്നു രാത്രി തന്നെ ബ്രിട്ടൻ്റെ അഭിമാനമായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ കപ്പൽ വലിയൊരു മഞ്ഞുവലയിൽ ഇടിച്ചു പിളർന്ന് അറ്റ്ലാന്റിക്കിൻ്റെ അഗാധത്തിൽ മുങ്ങിമറിഞ്ഞു. US തീരത്ത് ന്യൂ ഫൗണ്ട്ലാൻഡിനടുത്തുണ്ടായിരുന്ന ദുരന്തത്തിൽ 1517 യാത്രക്കാർ മരിച്ചു. രക്ഷപ്പെട്ടവരിൽ 6 പേർ ഇന്നും ജീവിച്ചിരിക്കുന്നു. ഈ കപ്പലിനുള്ളിൽ ഒരു ഈജിപ്ഷ്യൻ മമ്മി ഉണ്ടായിരുന്നു. അത് ലോകസുന്ദരി ക്ലിയോപാട്രയുടെ മമ്മി പേടകമായിരുന്നു. മമ്മിയോടൊപ്പമുള്ള ആഭരണത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു: ഉറങ്ങുന്ന സ്വപ്നത്തിൽ നീ ഉണരുന്നെന്നും ഉണരുക. നിന്നോട് ചെയ്യപ്പെട്ടതിനെതിരെ നീ വിജയം വരിക്കും. അമൂല്യ സമ്പത്തിനാൽ മമ്മിയെ കപ്പലിൻ്റെ പീഠത്തിന് പിന്നിലുള്ള ഒരറയിലായിരുന്നു വെച്ചിരുന്നത്. നിർണായക സമയത്ത് തീരുമാനമെടുക്കുന്നതിനാൽ കപ്പിത്താന് സംഭവിച്ച പിഴവിനെ ആ കപ്പലിനെ മുങ്ങി. ആ കപ്പലിൻ്റെ പേര് ടൈറ്റാനിക് എന്നായിരുന്നു. പ്രൊഫസർ ജെറാൾഡ് മർഫി പറഞ്ഞു. കഥ പറഞ്ഞു നിർത്തിയിട്ട് സ്ട്രോങ് വുഡിൻ്റെ മുഖത്തേക്ക് നോക്കി. അമ്പരപ്പോടെ ഇരിക്കുകയായിരുന്നു അയാൾ. സർ, ഈ കഥ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ മമ്മി പേടകം ക്ലിയോപാട്രയുടേതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. മിസ്റ്റർ സ്ട്രോങ് വുഡ്, ഇപ്പോൾ എന്ത് തോന്നുന്നു? അത് മുങ്ങിയെടുക്കണമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും സർ. ന്യൂസിലാൻഡിനടുത്ത് എവിടെയെങ്കിലും കപ്പൽ കാണും. എന്നെ സഹായിക്കാമെന്ന് ഷെയർ സർവീസിലെ മൈക്കിൾ സ്ട്രോച്ച് സമ്മതിച്ചിട്ടുണ്ട്. ഇനി മാസ്റ്റർ ഹംഫ്രിൻസിനെ കൂടി കാണണം. അദ്ദേഹമാണ് ഷെയർ സർവീസിലെ തലവൻ. താങ്കളുടെ ഇഷ്ടം മിസ്റ്റർ സ്ട്രോങ് വുഡ്. പക്ഷേ ആ മമ്മി പേടകം ദുരന്തങ്ങൾ മാത്രമേ വിതയ്ക്കാറുള്ളൂ. ഇമ്പോസിബിൾ. അതൊക്കെ വെറും കെട്ടുകഥകളല്ലേ സാർ? താങ്കളുടെ വിശ്വാസം താങ്കളെ രക്ഷിക്കട്ടെ. മർഫി ചിരിച്ചു. ഞാൻ ഇറങ്ങട്ടെ സാർ. ഇത്രയും നേരം താങ്കളുടെ വിലപ്പെട്ട സമയം അപഹരിച്ചതിൽ മാപ്പ്. മർഫിയുടെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് സ്ട്രോങ് വുഡ് പറഞ്ഞു. മർഫിയോട് യാത്ര പറഞ്ഞ് സ്ട്രോങ് വുഡ് തൻ്റെ കാറിൽ കെയ്റോയിലേക്ക് തിരിച്ചു. ബ്ലൂ പീറ്റർ ഓഫ് ഷെയർ സർവീസിൽ സ്ട്രോങ് വുഡ് എത്തുമ്പോൾ സായാഹ്നം കഴിഞ്ഞിരുന്നു. ക്യാപ്റ്റൻ മൈക്കിൾ സ്ട്രോച്ച് തൻ്റെ താമസ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് സ്ട്രോങ് വുഡ് കയറി ചെന്നത്. എന്തായി? ഡോളർ വല്ലതും കിട്ടാനുള്ള സാധ്യതയുണ്ടോ? പാതി കളിയാക്കി മൈക്കിൾ ചോദിച്ചു. 100%. പക്ഷേ താങ്കളുടെ കമ്പനി സഹായം എനിക്ക് ആവശ്യമാണ്. 93 വർഷത്തിനു മുമ്പ് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിനടിയിൽ മുങ്ങിപ്പോയ ഒരു കപ്പലിനുള്ളിലാണ് ക്ലിയോപാട്രയുടെ മമ്മി പേടകം. എങ്കിൽ ആ പദ്ധതി ഉപേക്ഷിക്കുന്നതായിരിക്കും ബുദ്ധി. നോ. ഗ്രിഗറി ബ്രൗൺ എത്ര കോടി ഡോളർ വേണമെങ്കിലും മുടക്കാൻ തയ്യാറാണ്. $5,00,000 തന്നു കഴിഞ്ഞു. പക്ഷേ ഒരൈഡിയയുമില്ലാതെ എങ്ങനെ കപ്പൽ മുങ്ങിയെടുക്കും? US തീരത്ത് ന്യൂസ് ഫൗണ്ട്ലാൻഡിനടുത്താണ് കപ്പൽ മുങ്ങിയത്. നമ്മുടെ സബ്മറൈൻ ഉപയോഗിച്ച് അത് കണ്ടെത്തണം. ഉവ്, പക്ഷേ അതിന് കോടികൾ ചെലവ് വഴി. ഏതായാലും ക്രിസ്നർ സാറിനെ കൊണ്ട് സംസാരിക്കണം, മൈക്കിൾ പറഞ്ഞു. ഞാൻ നാളെ രാവിലെ ക്രിസ്നർ സാറിനെ കാണാൻ വീട്ടിൽ പോകുന്നുണ്ട്. സാറിന് എന്നെ സഹായിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം, സ്ട്രോങ് വുഡ് പറഞ്ഞു. പക്ഷെ കിട്ടുന്നതിൽ പാതി മുടക്കേണ്ടി വരും. ഏതായാലും ഞാൻ സാറുമായി സംസാരിക്കട്ടെ. അന്നു രാത്രി കിടന്നിട്ട് സ്ട്രോങ് വുഡിന് ഉറക്കം വന്നില്ല. എങ്ങനെയെങ്കിലും ആ മമ്മി പേടകം മുങ്ങിയെടുക്കണം. അതോടെ താനും പണി നിർത്തിയിട്ട് അമേരിക്കയ്ക്ക് എടുക്കും. അയാൾ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ സ്ട്രോങ് വുഡ് ഹംഫ്രിങ്സിലുള്ള ഫ്രിഡ്ജിനെ കാണാനായി പുറപ്പെട്ടു. ആസ്രൂത്ത് എന്ന പട്ടണത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. കെയ്റോയിൽ നിന്നും സുഡാന് പോകുന്ന വഴി ആൽമേനിയ കഴിഞ്ഞുള്ള അസ്യൂത്ത്. ആഫ്രിങ്ക്നർ ആഹ്ലാദത്തോടെ തൻ്റെ സബോർഡിനേറ്റിനെ സ്വാഗതം ചെയ്തു. എന്താടോ താനീ വഴിക്ക്? തൻ്റെ കീഴുദ്യോഗസ്ഥനെന്ന ഭാവമൊന്നുമില്ലാതെ ക്രിസിഞ്ഞർ ചിരക്കി. സാബ്, അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമാണ്, സ്ട്രോങ് വുഡ് സംഭവം ചുരുക്കി ക്രിസിഗ്നറോട് പറഞ്ഞു. തനിക്ക് ഭ്രാന്തുണ്ടോ? അത് കേട്ട് ക്രിസിഗ്നർ പൊട്ടിച്ചിരിച്ചു. സാബ്, അങ്ങനെ പറയരുത്. എന്നെ സഹായിച്ചേ പറ്റൂ. സഹായിക്കാം, പക്ഷേ ഒരു കണ്ടീഷൻ, ക്രിസിഗ്നർ ആലോചനയോടെ പറഞ്ഞു. പറയൂ സാബ്. 50-50. ക്രിസിഗ്നർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. യെസ് സാബ്, എനിക്ക് സമ്മതമാണ്. എങ്കിൽ നെക്സ്റ്റ് മൺഡേ നമ്മൾ തുടങ്ങുന്നു. താങ്ക് യു സാബ്. സ്ട്രോങ് വുഡിന് സന്തോഷം അടുക്കാനായില്ല. കോടീശ്വരനായ ഗ്രിഗറി ബ്രൗണിനെ ഉപേക്ഷിക്കാൻ മനസ്സ് വരുന്നില്ല അല്ലേ? തൻ്റെ സ്വഭാവം പണ്ടേ എനിക്കറിയാമായിരുന്നു. ക്രിസിഞ്ഞർ
സ്ട്രോങ് വുഡിൻ്റെ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ സാർ. തീർച്ചയായും, പറഞ്ഞതൊന്നും മറക്കണ്ട, ക്രിസിഞ്ഞർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. തിരിച്ച് കാർ ഓടിക്കുമ്പോൾ കിളവൻ്റെ അത്യാർത്ഥിയെക്കുറിച്ചാണ് സ്ട്രോങ് വുഡ് ചിന്തിച്ചത്. നയാ ചില്ലിക്കാശ് കൊടുക്കില്ല, പിന്നെയല്ലേ കിട്ടുന്നതിൻ്റെ പാതി. സ്ട്രോങ് വുഡ് ഊറിച്ചിരിച്ചിരുന്നു. പേടകം എടുത്തു കഴിയുമ്പോൾ കിളവൻ സ്ട്രോങ് വുഡിൻ്റെ തനി സ്വഭാവം അറിയും. എന്തായാലും കാര്യം നടക്കട്ടെ. എതിരെ ഒരു ട്രക്കർ കടന്നുപോയി. സ്ട്രോങ് വുഡിൻ്റെ ചിന്ത പൊറിഞ്ഞു. അയാളുടെ കാൽ ആക്സിലേറ്ററിൽ അമർന്നു. കാർ വളവ് തിരിഞ്ഞതും ഒരു യുവതി കാറിന് കൈ കാണിച്ചു. സ്ട്രോങ് വുഡ് കാർ നിർത്തിയിട്ട് തല പുറത്തേക്കിട്ടു. എന്ത് വേണം? സാർ, എനിക്ക് കെയ്റോയിലേക്കുള്ളൊരു ലിഫ്റ്റ് കിട്ടിയാൽ നന്നായിരുന്നു. ശരി, കയറിക്കോളൂ. കൈ നീട്ടി പിന്നിലെ ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു. യുവതി കാറിൻ്റെ പിൻസീറ്റിൽ കയറിയിരുന്നു. മിഡിയും ടോപ്പുമായിരുന്നു അവളുടെ വേഷം. ബോബ് ചെയ്ത ബ്രൗൺ മുടിയിഴകൾ കാറ്റിൽ പറക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എവിടുന്ന് വരുന്നു? റിവ്യൂ മീറ്ററിൽ ശ്രദ്ധിച്ചുകൊണ്ട് സ്ട്രോങ് വുഡ് ആ യുവതിയോട് ചോദിച്ചു. വാദി ഹൽഫയിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. അവളുടെ വീട്ടിൽ പോയിരുന്നു. പിന്നെങ്ങനെ ഇവിടെ എത്തി? ഒരു ലിഫ്റ്റ് കിട്ടി. എങ്കിൽ ട്രെയിനിന് പോന്നാൽ മതിയായിരുന്നല്ലോ. അതിന് സാധിച്ചില്ല. അവളൊന്ന് പരിങ്ങി. സ്ട്രോങ് വുഡ് അവളെ സംശയത്തോടെ വീക്ഷിച്ചു. നിങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ. സാറ് തന്നെ എൻ്റെ പേര് ചോദിച്ചില്ലല്ലോ. അവൾ ചിരിച്ചു. അധ്യായം 4. എൻ്റെ പേര് ടെൽമ. കെയ്റോ ജനറൽ ഹോസ്പിറ്റലിലെ നേഴ്സാണ്. അവൾ പറഞ്ഞു. സ്വദേശം ഹംഗറി. അവൾ തൻ്റെ ഇളം ബ്രൗൺ നിറമുള്ള മുടിയിഴകൾ പിന്നിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. താങ്കൾ ഷെയർ സർവീസിലെ മിസ്റ്റർ സ്ട്രോങ് വുഡ് അല്ലേ? അവൾ ചോദിച്ചത് കേട്ട് സ്ട്രോങ് വുഡ് അമ്പരന്ന് പോയി. എങ്ങനെ അറിയാം? അത്ഭുതത്തോടെ അയാൾ ചോദിച്ചു. കഴിഞ്ഞ ആഴ്ച മിസ്റ്റർ ഗസ്നിയുമായി താങ്കളുടെ അഭിമുഖം ടി വിയിൽ കാണിച്ചിരുന്നു. ഓ, ഐ സി. ഇവൾ മോശക്കാരിയല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് സ്ട്രോങ് വുഡ് പറഞ്ഞു. താങ്കൾ ഗ്രിഗറി ബ്രൗണിന് വേണ്ടി ക്ലിയോപാട്രയുടെ മമ്മി പേടകം തേടി നടക്കുകയാണെന്ന് അറിഞ്ഞു. അത് ശരിയാണോ? അവളൊരു പനാമ സിഗരറ്റിന് ലൈറ്റർ ഉരച്ച് നാളം നൽകി. സത്യത്തിൽ സ്ട്രോങ് വുഡ് ഞെട്ടിപ്പോയി. ഇപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ വെറുമൊരു നേഴ്സായി ഇവൾ എങ്ങനെയാണെന്ന് അറിഞ്ഞത്. സ്വന്തം എന്തോ ഒരു ഗൂഢമായ ഉദ്ദേശത്തോടെയാണ് തൻ്റെ കാറിൽ ഇവൾ കയറിയിരിക്കുന്നത്. സൂക്ഷിക്കണം. അയാളുടെ ആറാമിന്ദ്രിയം മുന്നറിയിപ്പ് നൽകി. ടെൽമ എങ്ങനെ അറിഞ്ഞു? ഒരു മറുചോദ്യമാണ് അയാളിൽ നിന്നുണ്ടായത്. അത് നിഷ്പ്രയാസം. അത് പറഞ്ഞ് ടെൽമ വശ്യമായി ഒന്ന് പുഞ്ചിരിച്ച ശേഷം വീനസിൻ്റെ സൗന്ദര്യം ആ മുഖത്തുണ്ടെന്ന് സ്ട്രോങ് വുഡിന് തോന്നി. കാർ ഓടിച്ചുകൊണ്ടിരുന്നു. വൈകാതെ അൽമിനിയ പട്ടണത്തിൽ പ്രവേശിച്ചു. അപ്പോഴേക്കും രാത്രിയായിരുന്നു. സ്ട്രോങ് വുഡ് കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ തെളിയിച്ചു. ഇരുട്ടിൻ്റെ നെഞ്ചിലൂടെ കാർ അങ്ങനെ കുതിച്ചു പാഞ്ഞു. എതിരെ ഒരു കാർ പാഞ്ഞു വന്നു. സ്ട്രോങ് വുഡിൻ്റെ കാറിന് മുമ്പിലായി നിന്നു. അടുത്ത നിമിഷം ഡോർ വലിച്ചു തുറന്ന് ടെൽമ പുറത്തേക്കിറങ്ങി ഓടി. എന്നിട്ട് മുന്നിൽ നിർത്തിയിട്ട കാറിൻ്റെ ഡോർ തുറന്ന് അകത്തു കയറി. കാർ വെട്ടിത്തിരിഞ്ഞ് പാഞ്ഞുപോയി. എല്ലാ നിമിഷങ്ങൾക്കുള്ളിലാണ് നടന്നത്. സ്ട്രോങ് വുഡ് സ്തംഭനായി ഇരുന്നു പോയി. എന്തിനായിരുന്നു അവളുടെ ഈ നാടകമൊക്കെ? അയാൾക്കൊന്നും മനസ്സിലായില്ല. പിന്നിൽ നിന്നും വാഹനങ്ങളുടെ നീണ്ട ഓണടി ശബ്ദം അയാളുടെ ചിന്താഗതിയിൽ നിന്നുണർത്തി. സ്ട്രോങ് വുഡ് കാറ് മുന്നോട്ടെടുത്തു. അന്ന് രാത്രി ന്യൂയോർക്കിലെ ലിങ്കൺസ് അവന്യൂവിലെ ഗ്രിഗറി ബ്രൗണിൻ്റെ വസതിയിലേക്ക് സ്ട്രോങ് വുഡ് ഫോൺ ചെയ്തു. ഫോൺ എടുത്തത് ബ്രൗണിൻ്റെ മകൾ മിസ്സിസ് മെറിൻ റോബിൻസൺ ആയിരുന്നു. ഡാഡി പുറത്തേക്ക് പോയതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മകൾ മെറിലാണ്, അവൾ പറഞ്ഞു. താങ്കൾ ആരാണ്? അവൾ തിരക്കി. ഞാൻ കെയ്റോയിൽ നിന്നും സ്ട്രോങ് വുഡ്, പുരാവസ്തു ഗവേഷകനാണ്. ഓ, ഐ സി. ഡാഡി വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തായി മമ്മി പേടകത്തിൻ്റെ കാര്യം? അവൾ താല്പര്യത്തോടെ ചോദിച്ചു. അടുത്ത ആഴ്ച ഞാനങ്ങോട്ട് വിളിക്കാം. ഓക്കെ, ഗുഡ് ബൈ. സ്ട്രോങ് വുഡ് ഫോൺ കട്ട് ചെയ്തു. ഞായറാഴ്ച വൈകുന്നേരം ഫ്രങ്കിഞ്ചർ സ്ട്രോങ് വുഡിനെ വിളിച്ച് അടുത്ത ദിവസം സബ്മറൈൻ ഉപയോഗിച്ച് അറ്റ്ലാന്റിക്കിലൂടെ ന്യൂ ഫൗണ്ട്ലാൻഡിലേക്ക് തീരത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. രാവിലെ താൻ എത്തിക്കോളാമെന്ന് സ്ട്രോങ് വുഡ് കിസിഞ്ചറെ അറിയിച്ചു. കെയ്റോ തുറമുഖത്തുനിന്നും അത്യാധുനിക സജ്ജീകരണമുള്ള പിങ്ക് പാന്തർ എന്ന അന്തർവാഹിനി ന്യൂ ഫൗണ്ട്ലാൻഡിലെ ലക്ഷ്യമാക്കി മുമ്പോട്ട് കുതിച്ചു. അതിൽ ബ്ലൂ പീറ്റർ ഓഫ് ഷെയർ സർവീസസിൻ്റെ തലവൻ ഹംഫ്രി കിസിഞ്ചറും ക്യാപ്റ്റൻ മൈക്കിൾ സ്ട്രോങ് വുഡ് തുടങ്ങിയവരും 40ഓളം ജോലിക്കാരും ഉണ്ടായിരുന്നു. അധികം ബുദ്ധിമുട്ടുകൾ കൂടാതെ മമ്മി പേടകം കണ്ടുകിട്ടിയാൽ മതിയെന്നായിരുന്നു സ്ട്രോങ് വുഡിൻ്റെ പ്രാർത്ഥന. അന്തർവാഹിനി കടലിനടിയിലൂടെ ഊളിയിട്ടു. അന്നു രാത്രി കെയ്റോ എയർപോർട്ടിൽ വന്നിറങ്ങിയ പാൻ അമേരിക്കയുടെ ബോയിങ് 707 ജെറ്റ് വിമാനത്തിൽ മുഹമ്മദ് ഗസ്നി എന്ന അറേബ്യൻ വ്യാപാരിയുമുണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്നൊരു ടാക്സിയിൽ അയാൾ ഹോട്ടൽ നൈലിൽ എത്തി. സാധാരണ ഗസ്നി വന്നാൽ അവിടെയായിരുന്നു താമസിക്കാറ്. ഹോട്ടൽ ജോലിക്കാർ അദ്ദേഹത്തിന് സാധാരണ നൽകാറുള്ള VIP സൂട്ട് തന്നെ നൽകി. ചൂടുവെള്ളത്തിൽ കുളിച്ച് ഫ്രഷായി ഗസ്നി സപ്പറിന് ഓർഡർ ചെയ്തു. 10 മിനിറ്റിനുള്ളിൽ ബോറർ ഭക്ഷണവുമായി എത്തി. ഭക്ഷണത്തിന് ശേഷം ഗസ്നി ഒരു നമ്പർ ഡയൽ ചെയ്തു. അത് കെയ്റോ ജനറൽ ഹോസ്പിറ്റലിലെ നമ്പറായിരുന്നു. 1-2 സെക്കൻഡുകൾക്കുള്ളിൽ അദ്ദേഹം ഉദ്ദേശിച്ച ആളെ ലൈനിൽ കിട്ടി. ഹലോ ടെൽമ. അതെ, ഇത് ഞാനാണ്.
കാര്യങ്ങളൊക്കെ എവിടെ വരെയായി? സാർ, നമ്മൾ സംശയിച്ചത് ശരിയാണ്. അവർ ഇന്ന് അന്തർവാഹിനിയിൽ പുറപ്പെട്ടിട്ടുണ്ട്. ടെൽമ, ഞാൻ ഈ ഹോട്ടലിലുണ്ട്. പറ്റുമെങ്കിൽ രാവിലെ ഒന്ന് ഇങ്ങോട്ട് വരണം. വരാം സാർ. ഡേ എനിക്ക് ഓഫാണ്. ദെൻ ഗുഡ് നൈറ്റ്. ഗസ്നി ഫോൺ കട്ട് ചെയ്തു. പിറ്റേന്ന് രാവിലെ 10 മണി കഴിഞ്ഞപ്പോൾ ടെൽമ ഹോട്ടലിൽ നൈലിലെത്തി. അവൾ ഗസ്നിയുടെ റൂമിൽ ബസറമർത്തി. യെസ് കമീൻ, ഗസ്നി പറഞ്ഞു. അവൾ വാതിൽ തുറന്ന് അകത്ത് കയറി. ഇരിക്കൂ ടെൽമ. ഗസ്നി അവളെ സ്വീകരിച്ചിരുത്തി. നിന്നെ ഏൽപ്പിച്ച ജോലി എന്തായി? ഗസ്നി റോത്തമൻസ് എടുത്ത് തടിച്ച അതരങ്ങൾക്കിടയിൽ തിരുകി. എന്നിട്ട് സ്വർണത്തിൻ്റെ ലൈറ്റർ ഉരച്ച് സിഗരറ്റിൻ്റെ മുട്ടിൽ പിടിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, നീ പോയ കാര്യം എന്തായി? ഞാൻ വളരെ നന്നായി ചെയ്തു സാർ. സ്ട്രോങ് വുഡിൻ്റെ കാറിൽ ഞാൻ കയറി അയാളറിയാതെ ഒരു മൈക്രോ റേഡിയോ ട്രാൻസ്മിറ്റർ അയാളുടെ പോക്കറ്റിൽ നിക്ഷേപിച്ചു. അതുകൊണ്ട് അയാൾ സംസാരിച്ചത് മുഴുവൻ ഞാൻ ടേപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ടെൽമ വാനിറ്റി ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു ചെറിയ ടേപ്പ് റെക്കോർഡർ എടുത്ത് മേശപ്പുറത്ത് ഓൺ ചെയ്ത് വെച്ചു. സ്ട്രോങ് വുഡ് മമ്മി പേടകത്തെക്കുറിച്ച് സംസാരിച്ചത് മുഴുവൻ ഗസ്നിയെ കേൾപ്പിച്ചു. മിടുക്കി. അവൾ ടേപ്പ് റെക്കോർഡർ ഓഫ് ചെയ്ത് ഗസ്നി തോളിൽ തട്ടി അഭിനന്ദിച്ചു. നീ തനിച്ചായിരുന്നോ? അതെ സാർ, പക്ഷെ സഹായത്തിന് കാറുമായി നസിറുദ്ദീനും ഉണ്ടായിരുന്നു. വെരി ഗുഡ്. അവൻ്റെ ഓരോ നീക്കങ്ങളും നീ അറിയണം. ആ മമ്മി പേടകം കണ്ടെത്തിക്കഴിഞ്ഞാൽ അതൊരിക്കലും ഗ്രിഗറി ബ്രൗണിന് കിട്ടാൻ പാടില്ല. അതെനിക്ക് വേണം. ഗസ്നി പോക്കറ്റിൽ നിന്നും 10,000 പൗണ്ടിൻ്റെ ഒരു കെട്ടെടുത്ത് അവൾക്ക് കൊടുത്തു. ബാക്കി മറ്റു ജോലികൾ കൂടി കഴിഞ്ഞു. താങ്ക് യു സാർ. അവൾ പൗണ്ട് വാനിറ്റി ബാഗിനുള്ളിൽ ഭദ്രമായി നിക്ഷേപിച്ചു. ഞാൻ പോയിക്കോട്ടെ സാർ. അവൾ അർത്ഥഗർഭമായി ഗസ്നിയെ നോക്കി. തിരക്കിട്ട് പോയാലോ ഡാർലിംഗ്? വൈകുന്നേരം പോകാം. ഗസ്നി എഴുന്നേറ്റ് അവളെ ഗാഠം പുണർന്നു. എന്നിട്ട് ബെഡ്റൂമിലേക്ക് ഒരു റോസാപ്പൂ പോലെ അവളെ പൊക്കിയെടുത്തു കൊണ്ടുപോയി. ഗസ്നി അവളെ ബെഡിലേക്കിട്ടു. അവൾ മുത്തുകൊഴിയും പോലെ പൊട്ടിച്ചിരിച്ചു. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഡാർലിംഗ്. ഗസ്നി ബെഡിലേക്ക് കയറി. ഒരു മന്തിരിവള്ളി പോലെ ടെൽമ ഗസ്നിയുടെ മാറത്തേക്ക് പടർന്നു കഴിഞ്ഞിരുന്നു. തൻ്റെ തടിച്ച കാലെടുത്ത് ഗസ്നിയുടെ അരക്കെട്ടിലേക്ക് വെച്ചു. പിന്നെ അയാളുടെ നെഞ്ചത്ത് നരച്ച രോമക്കെട്ടിലൂടെ വിരലോടിച്ചുകൊണ്ട് വയറിൽ ചുംബിച്ചു. ഗസ്നി ഒന്ന് പുളഞ്ഞു. പിന്നെ അരിമയോടെ അവളുടെ മുടിയിഴകൾ തഴുകിക്കൊണ്ടിരുന്നു. അന്ന് വൈകുന്നേരത്തോടെയാണ് ടെൽമ ഹോട്ടലിൽ നിന്നും മടങ്ങിപ്പോയത്. അധ്യായം 5. 2 ദിവസം മുഴുവൻ അന്തർവാഹിനിയിൽ അന്വേഷണം നടത്തിയെങ്കിലും കപ്പലിനെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയില്ല. നിരാശനായ സ്ട്രോങ് വുഡ് കെയ്റോയിലേക്ക് മടങ്ങിപ്പോന്നു. തൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകരുമെന്ന് അയാൾ ഭയപ്പെട്ടു. സ്ട്രോങ് വുഡിൻ്റെ ഉറക്കമില്ലാത്ത 4 ദിവസങ്ങൾ കൂടി യാതൊന്നും സംഭവിക്കാതെ കടന്നുപോയി. ക്യാപ്റ്റൻ മൈക്കിൾ സ്ട്രോജൻ്റെ സന്ദേശം സ്ട്രോങ് വുഡിനെ തേടിയെത്തിയില്ല. അയാൾ നിരാശനായി. ആ സമയം ന്യൂസ് ഫൗണ്ടിൽ നിന്ന് 3500 മൈൽ വടക്കുവശത്തായി തകർന്നു കിടക്കുന്ന കപ്പൽ അന്തർവാഹിനിയിലുള്ളവർ കണ്ടെത്തി. മൈക്കിൾ സ്ട്രോജനും കിസഞ്ചർക്കും സന്തോഷം അടക്കാനായില്ല. അന്തർവാഹിനിയിലുള്ള റോബോട്ടിനെ അവർ ആഴക്കടലിലേക്ക് ഇറക്കിവിട്ടു. റോബോട്ടിൽ നിന്നും അവർക്ക് സിഗ്നൽ ലഭിച്ചു. റോബോട്ടിൻ്റെ ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറയിൽ നിന്നുള്ള ചിത്രങ്ങളും അവർക്ക് ലഭിച്ചു. ആ ചിത്രങ്ങൾ നോക്കി കപ്പൽ കിടക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ അവർ പഠിച്ചു. കപ്പലിന് ചുറ്റും കേബിളുകൾ ബന്ധിച്ചു വേണം ഉയർത്തേണ്ടതെന്ന് അവർ ഒരു നിഗമനത്തിലെത്തി. കപ്പലിൻ്റെ 24 ചതുരശ്ര മീറ്റർ വലുപ്പത്തിൽ 10 ടൺ ഭാരമുള്ള ഒരു ഭാഗമാണ് അവർ ഉയർത്താൻ തീരുമാനിച്ചത്. അത് ഉയർത്തിക്കഴിഞ്ഞാൽ താൻ ഉദ്ദേശിക്കുന്ന സാധനം ലഭിക്കുമെന്ന് അവർ തീർച്ചയാക്കി. കാരണം റോബോട്ട് കപ്പലിൽ നിന്നും മമ്മി പേടകത്തിൻ്റെ ചിത്രങ്ങൾ അയച്ചിരുന്നു. 3 ദിവസത്തിൻ്റെ കഠിന ഫലമായി അവർ കപ്പലിൻ്റെ ഭാഗമുയർത്തി. അത് ന്യൂയോർക്കിലെ RMSS ടൈറ്റാനിക് മ്യൂസിയത്തിന് നൽകുമെന്ന് കിസഞ്ചർ പറഞ്ഞു. അന്ന് രാത്രി സ്ട്രോങ് വുഡിൻ്റെ ഫോൺ ശബ്ദിച്ചു. ഹലോ സ്ട്രോങ് വുഡ്, ഇത് ഞാനാ മൈക്കിൾ. മൈക്കിൾ, എന്തായി? സ്ട്രോങ് വുഡ് ഉദ്യോഗത്തോടെ തിരക്കി. നമ്മൾ വിജയിച്ചു. മമ്മി പേടകം കണ്ടെത്തി. റിയലി? സ്ട്രോങ് വുഡിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സന്തോഷം കണ്ടയാൾ ഒരു ഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിച്ചു. പേടകം എന്തു ചെയ്യണം? ഇന്ന് രാത്രി ഞങ്ങൾ പുറപ്പെടുകയാണ്. നമ്മുടെ ഗോഡൗണിൽ തൽക്കാലം സൂക്ഷിക്കുക. രാവിലെ ഞാൻ അങ്ങോട്ടേക്ക് എത്താം. അതിനു മുമ്പ് ഗ്രിഗറി ബ്രൗണിനെ വിളിക്കണം. ഓക്കെ, ഗുഡ് നൈറ്റ്. മൈക്കിൾ ഫോൺ കട്ട് ചെയ്തു. സ്ട്രോങ് വുഡ് ഒരു സാമ്രാജ്യം പിടിച്ചെടുക്കിയവനെ പോലെ മുറിയിലുടനീളം തുള്ളിച്ചാടി. എന്നിട്ട് ഫോണെടുത്ത് ന്യൂയോർക്കിലേക്ക് ഡയൽ ചെയ്തു. സാർ, താങ്കൾ പറഞ്ഞ പ്രകാരം ക്ലിയോപാട്രയുടെ മമ്മി ഞാൻ കണ്ടെത്തി. താങ്കൾ ഉടനെ എത്തുക, സ്ട്രോങ് വുഡ് പറഞ്ഞു. അയാളുടെ സംസാരം മറ്റൊരു സ്ഥലത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ തൻ്റെ കാറിൽ സ്ട്രോങ് വുഡ് ഷെയർ സർവീസിൻ്റെ ഓഫീസിലേക്ക് പോയി. അവിടെ എത്തുമ്പോൾ മൈക്കിൾ സ്ട്രോജൻ സംഘവും അപ്പോൾ അവിടെ എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പെട്ടെന്ന് എത്താൻ ഹെലികോപ്റ്ററിൽ പോന്നു, മൈക്കിൾ പറഞ്ഞു. എവിടെ എൻ്റെ ആ നിധി പേടകം? എനിക്കൊന്ന് കാണണം. ആവേശം കൊണ്ട് അയാൾ സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടി. മമ്മി നമ്മുടെ ഗോഡൗണിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സ്ട്രോങ് വുഡും മൈക്കിളിനെയും കൂട്ടി
ഗോഡൗണിലേക്ക് പോയി. ഗ്രിഗറി ബ്രൗണിനെ വിവരമറിയിച്ചോ? ഉവ്, ഇന്ന് രാത്രി ഫ്ലൈറ്റിൽ അയാളിങ്ങെത്തും. അവർ ഗോഡൗണിലെത്തുമ്പോൾ ജോലിക്കാർ മമ്മി പേടകം സുരക്ഷിതമായി ഒരു പെട്ടിക്കുള്ളിൽ വയ്ക്കുകയായിരുന്നു. മുമ്പിൽ വന്നു നിൽക്കുന്ന മഹാലക്ഷ്മിയെ സ്ട്രോങ്വുഡ് കൺകുളിർക്ക് കണ്ടു. അയാൾക്ക് സന്തോഷം അടക്കാനായില്ല. ഓഫീസിൽ വെച്ച് സ്ട്രോങ്വുഡ് പ്രൊഫസർ ജെറാൾഡ് മർഫിയെ വിളിച്ച് മമ്മി പേടകം വിട്ടിയ കാര്യം അറിയിച്ചു. അന്നു രാത്രി 8:10 ക്യാൻബറയ്ക്ക് പോകുന്ന ബോയിങ് 707 ജെറ്റ് വിമാനത്തിൽ മിസ്റ്റർ ഗ്രിഗറി ബ്രൗൺ കെയ്റോ എയർപോർട്ടിൽ ഇറങ്ങി. അദ്ദേഹത്തോടൊപ്പം ഏക മകൾ മിസ്സിസ് മെറിൻ റോബിൻസണും ഉണ്ടായിരുന്നു. എബ്രഹാം സ്കോട്ട് കാറുമായി എയർപോർട്ടിൽ കാത്തുനിന്നു. അച്ഛനും മകളും റോൾസ് റോയ്സിൽ കയറി. രാത്രിയുടെ മാറ് പിളർന്നുകൊണ്ട് കാർ ഗ്രിഗറിയുടെ ഫാക്ടറി ലക്ഷ്യമാക്കി പാഞ്ഞുപോയി. രാത്രി തന്നെ ഗ്രിഗറി ബ്രൗൺ സ്ട്രോങ്വുഡുമായി ഫോണിൽ ബന്ധപ്പെട്ടു. രാവിലെ ഷെയർ സർവീസിൻ്റെ ഓഫീസിലെത്താൻ സ്ട്രോങ്വുഡ് പറഞ്ഞു. അപ്പോൾ ഹോട്ടൽ നൈലിൽ ഇരുന്നു കൊണ്ട് മുഹമ്മദ് ഗസ്നി ടെൽമയുമായി സംസാരിക്കുകയായിരുന്നു. സ്ട്രോങ്വുഡും സംഘവും മമ്മി പേടകം കണ്ടെത്തിയതും ഗ്രിഗറി ബ്രൗണിനോട് ഫോൺ ചെയ്തതുമായ കാര്യങ്ങൾ ടെൽമ മുഹമ്മദ് ഗസ്നിയോട് പറഞ്ഞു. ക്ലിയോപാട്രയുടെ മമ്മി എൻ്റെ ഒരു സ്വപ്നമാണ്. അതെനിക്ക് തന്നെ വേണം. മറ്റാർക്കും ഞാനത് വിട്ടുകൊടുക്കില്ല. അദ്ദേഹം ആരോടൊന്നില്ലാതെ പുലമ്പി. നസറുദ്ദീൻ എവിടെ? കാവലിരിപ്പുണ്ട്. അയാളെ വിളിക്കൂ. ടെൽമ എണീറ്റ് പുറത്തേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ നസറുദ്ദീനെ ഒന്നിച്ച് അകത്തേക്ക് വന്നു. നസറുദ്ദീൻ, കാര്യങ്ങളൊക്കെ ടെൽമ പറഞ്ഞിട്ടുണ്ടായല്ലോ അല്ലേ? അതേ എന്ന അർത്ഥത്തിൽ അയാൾ തലകുലുക്കി. ആ മമ്മി പേടകം സായിപ്പ് കൊണ്ടുപോകരുത്. അതിനെന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മുഹമ്മദ് ഗസ്നി നസറുദ്ദീനെ നോക്കി. അതെ സാബ്, അയാൾ പറഞ്ഞു. ആ മമ്മി പേടകവുമായിട്ടേ ഞാൻ മടങ്ങുന്നുള്ളൂ. അതുവരെ ഇവിടെ തന്നെ ഉണ്ടാകും. ഗസ്നി ഒരു ഓത്തമൻസ് എടുത്ത് ലൈറ്റർ ഒളിച്ച് നാളം പകർന്ന് ചുണ്ടിൽ വെച്ചു. ആ രാത്രിയിൽ തന്നെ ടെൽമയും നസറുദ്ദീനും മടങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ ഗ്രിഗറി ബ്രൗണും മെറിനും എബ്രഹാം സ്കോട്ടും ഒന്നിച്ച് സ്ട്രോങ്വുഡിനെ കാണാനായി കാറിൽ യാത്ര തിരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് കെയ്റോയ്ക്കടുത്ത ഗിസെ എന്ന സ്ഥലത്ത് 13 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നു. കിയോപ്പസ് എന്ന ഫറോവ രാജാവ് പണികഴിപ്പിച്ച അത്ഭുത സ്തംഭങ്ങളും ലോകാതിശയങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ പ്രാന്തപ്രദേശത്തു കൂടി കാർ ഓടുമ്പോൾ ഗ്രിഗറി ബ്രൗൺ മെറിന് എല്ലാം വിശദീകരിച്ചു കൊടുത്തു. കാർ കോനയിൽ പാലം കടന്നപ്പോൾ നൈൽ നദിയെക്കുറിച്ച് ഗ്രിഗറി ഓർത്തുപോയി. അസ്വാൻ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ കാർ ഷെയർ സർവീസിൻ്റെ മുന്നിലെത്തി. അവരുടെ വരവ് പ്രതീക്ഷിച്ചിട്ടെന്ന വണ്ണം സ്ട്രോങ്വുഡ് കാത്തു നിൽപ്പുണ്ടായിരുന്നു. വരൂ, അയാൾ അവരെ ഗോഡൗണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ഒരു തടിപ്പെട്ടി സ്ട്രോങ്വുഡ് തുറന്നു. 6 ജോഡി കണ്ണുകൾ ആ പെട്ടിയിലേക്ക് പോയി. അതിനുള്ളിൽ ലോകസുന്ദരി ക്ലിയോപാട്രയുടെ മമ്മി പേടകം. അതിലൊന്ന് ചുംബിക്കണമെന്ന് അദമ്യമായ ആഗ്രഹം ഗ്രിഗറി ബ്രൗണിനുണ്ടായിരുന്നു. മിസ്റ്റർ സ്ട്രോങ്വുഡ്, താങ്കൾ മിടുക്കനും ധീരനുമാണ്. ഇത്രയും പെട്ടെന്ന് താങ്കൾ ഈ മമ്മി പേടകം കണ്ടെത്തുമെന്ന് ഞാൻ കരുതിയില്ല. ഗ്രിഗറി ബ്രൗൺ സ്ട്രോങ്വുഡിനെ അനുമോദിച്ചു. സാർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഈ പേടകം സമുദ്രത്തിനടിയിൽ കിടന്ന് ആരും അറിയാതെ കാലഹരണപ്പെട്ടേനെ. സ്ട്രോങ്വുഡ്, എൻ്റെ വാക്ക് ഞാൻ പാലിക്കുന്നു. $10 കോടി ഞാൻ നിങ്ങൾക്ക് തരും. എന്തു പറയുന്നു? ഗ്രിഗറി ബ്രൗൺ ഒരു പെറ്റി കൊറോണ ചുരുട്ടിന് ലൈറ്റർ ഉരച്ചു. ജീവൻ പകർന്നു. സ്ട്രോങ്വുഡ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഖ്യയായിരുന്നു അത്. താനിപ്പോൾ ബോധരഹിതനായി വീണു പോകുമോ എന്നുവരെ അയാൾ ഭയപ്പെട്ടു. മതി സർ, അത് മതി. ഗ്രിഗറി ബ്രൗൺ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സ്ട്രോങ് മന്ത്രിച്ചു. എങ്കിൽ ഇന്നാ പിടിച്ചോ. ഗ്രിഗറി കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ഒപ്പിട്ട ചെക്കെടുത്ത് സ്ട്രോങ്വുഡിന് കൊടുത്തു. അധ്യായം 6. ഗ്രിഗറി ബ്രൗണിൻ്റെ കയ്യിൽ നിന്നും $10 കോടി ചെക്ക് വാങ്ങിയപ്പോൾ സ്ട്രോങ്വുഡിൻ്റെ കൈകൾ വിറച്ചു. ഇനി മമ്മി എനിക്ക് കൊണ്ടുപോകാമല്ലോ? തീർച്ചയായും സാർ. സ്ട്രോങ്വുഡ് 3-4 ജോലിക്കാരെ വിളിച്ചു. മമ്മി പേടകമെടുത്ത് ഗ്രിഗറി ബ്രൗണിൻ്റെ കാറിൽ വയ്ക്കാൻ പറഞ്ഞു. അവർ മരപ്പെട്ടിക്കുള്ളിൽ നിന്നും മമ്മി പേടകമെടുത്ത് കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടുപോയി വെച്ചു. സ്ട്രോങ്വുഡ് ബൈക്കിൽ വരട്ടെ. ഗ്രിഗറി ബ്രൗൺ എല്ലാവരോടും യാത്ര പറഞ്ഞു. മെറിനും എബ്രഹാമും ഒന്നിച്ച് കാറിൽ കയറി. എബ്രഹാം കാർ സ്റ്റാർട്ട് ചെയ്തു. സ്ട്രോങ്വുഡും മൈക്കിളും കൈകൾ ഉയർത്തി വീശി കാണിച്ചു. കാർ മുമ്പോട്ട് കുതിച്ചു. സ്ട്രോങ്വുഡ്, കിസിഞ്ചർ പറഞ്ഞു, 50-50 എന്നാണ്. ആ കാര്യം താങ്കൾ മറന്നിട്ടില്ലല്ലോ? മൈക്കിൾ സ്ട്രോങ്വുഡിൻ്റെ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. 50-50യോ? കൊടുക്കണം. പകുതിയല്ല, മുഴുവൻ. ഒരു സെൻറ്റ് പോലും ഞാൻ കൊടുക്കില്ല. സ്ട്രോങ്വുഡിൻ്റെ ഭാവം മാറിയത് പെട്ടെന്നായിരുന്നു. അതുകണ്ട് മൈക്കിൾ സ്ട്രോജ് അമ്പരന്നുപോയി. ക്ലിയോപാട്രയുടെ മമ്മി പേടകവുമായി ഗ്രിഗറി ബ്രൗണും സംഘവും യാത്ര തുറന്നു.
കാർ അസ്വാൻ അണക്കെട്ടിന് സമീപമെത്തി. പെട്ടെന്ന് അതിഭയങ്കരമായ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങി. കോരിച്ചെരിയുന്ന പേമാരിയും. എബ്രഹാം സ്കോട്ട് കാർ നിർത്തി. കാറിനെ ചുഴലിക്കാറ്റൊരു തീപ്പെട്ടി പോലെ പറത്തിക്കളയുമെന്ന് മൂവർക്കും തോന്നി. അടുത്ത നിമിഷം മെറിൻ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ചുഴലിക്കാറ്റിന് നടുവിൽ അവ്യക്തമായൊരു മനുഷ്യരൂപം. അതൊരു സ്ത്രീരൂപം പോലെ അവർക്ക് തോന്നിച്ചു. നോക്ക്, നമ്മുടെ കാറിന് ചുറ്റും മാത്രമേ ചുഴലിയുള്ളൂ, അപ്പുറത്തൊന്നും നേരിയ കാറ്റ് പോലുമില്ല, വിറച്ചുകൊണ്ട് എബ്രഹാം പറഞ്ഞു. പെട്ടെന്ന് കാറ്റ് കാറിനെ പൊക്കിയെടുത്തു, താഴേക്കിട്ടു. കാറിനുള്ളിൽ നിന്നും ഒരു ആർത്തനാദം മുഴങ്ങി. അന്ന് വൈകുന്നേരമാണ് സ്ട്രോങ്വുഡ് വിവരമറിയുന്നത്. കാർ അപകടത്തിൽ ഗ്രിഗറി ബ്രൗണിനും മകൾക്കും പരിക്കേറ്റു. ഡ്രൈവർ എബ്രഹാം സ്കോട്ട് തൽക്ഷണം മരിച്ചു. മെറിൻ്റെ കാൽ ഒടിഞ്ഞിട്ടുണ്ട്. ജെറാൾഡ് മർഫി പറഞ്ഞ കാര്യം സ്ട്രോങ്വുഡ് ഓർമ്മിച്ചു. ആ മമ്മി പേടകം ദുരന്തങ്ങൾ മാത്രമേ വിതയ്ക്കാറുള്ളൂ. അസംബന്ധം, ഓരോ അന്ധവിശ്വാസങ്ങൾ. സ്ട്രോങ്വുഡ് അങ്ങനെ സമാധാനിച്ചു. വിവരമറിഞ്ഞ ജെറാൾഡ് മർഫി പറഞ്ഞത് ഇങ്ങനെയാണ്: ആ മമ്മി കാരണം എത്ര പേർക്ക് ജീവഹാനി സംഭവിക്കുമോ എന്തോ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയൊക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. വീണ്ടും നാളെ നമ്മൾ ഇതിൻ്റെ ബാക്കിയുമായിട്ട് കാണുന്നതായിരിക്കും.